ഹലോ വ്യൂവേഴ്സ്, നമസ്കാരം. ഇപ്പോൾ സൈഡ് ലൈറ്റ്സിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് വീണ്ടും സ്വാഗതം. കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞതുപോലെ യുങ്ഫ്രോ അഥവാ ടോപ്പ് ഓഫ് ദ യൂറോപ്പ് എന്ന സ്ഥലത്തേക്കാണ് ഇന്ന് നമ്മൾ പോകുന്നത്. ആ യാത്രയുടെ ആദ്യഘട്ടം ഇന്റർലാക്കൻ പട്ടണത്തിൽ നിന്ന് ഗ്രിൻഡൽവെൽഡ് എന്ന സ്ഥലത്തേക്കുള്ള 1.5 മണിക്കൂർ നീളുന്ന റോഡ് യാത്രയാണ്. സ്വിസ് ഗ്രാമങ്ങളുടെ ഭംഗിയും മഞ്ഞുമൂടിയ ആൽപ്സ് പർവ്വത ശിഖരങ്ങളും കണ്ടുകൊണ്ടുള്ള ഒരു അടിപൊളി യാത്ര. യാത്രക്കിടയിൽ നമ്മുടെ നാട്ടിലേതുപോലെ റെയിൽവേ ഗേറ്റുകളും മറ്റും കണ്ടു. പക്ഷെ അതെല്ലാം ഫുള്ളി ഓട്ടോമേറ്റഡ് ആണ്, വാച്ച്മാൻമാരൊന്നുമില്ല. ഒടുവിൽ അങ്ങനെ ഗ്രിൻഡൽവാൾഡ് എന്ന് പറഞ്ഞ സ്ഥലത്തെത്തി. യുങ്ഫ്രോ യാത്രയുടെ ബേസ് സ്റ്റേഷനാണിതെന്ന് പറയാം. സമുദ്രനിരപ്പിൽ നിന്നും ഏകദേശം 3400 അടിയോളം ഉയരത്തിലാണ് ഗ്രിൻഡൽവാൾഡ്. യുങ്ഫ്രോ യാത്രയുടെ അടുത്ത ഘട്ടം ഗ്രിൻഡൽവാൾഡിൽ നിന്നും ഐഗർ എക്സ്പ്രസ് എന്നു പേരുള്ള കേബിൾ കാറിലാണ്. കേബിൾ കാർ യാത്രയ്ക്കും തുടർന്നുള്ള ട്രെയിൻ യാത്രയ്ക്കുമെല്ലാമുള്ള ടിക്കറ്റുകൾ ഞങ്ങളുടെ ഗൈഡ് നേരത്തെ തന്നെ നൽകിയിരുന്നു. ഒരു നല്ല ഇടയനെ പോലെ ആ മനുഷ്യൻ ഞങ്ങളെയും നയിച്ചുകൊണ്ട് നടന്നു. ഒരു കേബിൾ കാറിൽ ഏകദേശം 20 പേർക്കോളം കയറാം. 20 മിനിറ്റോളം നീളുന്ന ഈ കേബിൾ കാർ യാത്ര നയനാനന്ദകരവും അതിമനോഹരവുമായ ദൃശ്യാനുഭവങ്ങളാണ് നൽകിയത്. ഗൊണ്ടോല എന്നറിയപ്പെടുന്ന ഈ കേബിൾ കാർ ഞങ്ങളെ കൊണ്ടെത്തിച്ചത് ഐഗർ ഗ്ലേഷ്യർ എന്ന് പറയുന്ന ഒരു റെയിൽവേ സ്റ്റേഷനിലാണ്. യുങ്ഫ്രോ യാത്രയുടെ മൂന്നാമത്തേതും അവസാനത്തേതുമായ ഘട്ടം തുടങ്ങുന്നത് ഈ റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണ്. ടെക്നോളജിയും നിർമ്മാണത്തിലെ ഭംഗിയും വൃത്തിയും വെടിപ്പുമെല്ലാം നോക്കുമ്പോൾ ഈ അടുത്തിടെ എങ്ങാനും നിർമ്മിച്ചതാണെന്നേ തോന്നും. പക്ഷേ ഈ റെയിൽവേ സ്റ്റേഷനും മറ്റും നിർമ്മിച്ചിരിക്കുന്നത് 1912-ലാണത്രേ. നമ്മുടെ പല വൻനഗരങ്ങളിൽ പോലും മെട്രോ റെയിൽവേ ഒക്കെ പതുക്കെ പിച്ച വെച്ച് വരുന്നേ ഉള്ളൂ അല്ലേ. അതൊക്കെ ഓർത്ത് നെടുവീർപ്പിട്ടിരിക്കുമ്പോഴത്തേക്കും യുങ്ഫ്രോയിലേക്കുള്ള ട്രെയിൻ വന്നു. സ്വിറ്റ്സർലൻഡിൽ എവിടെ ചെന്നാലും എന്നുള്ളതുപോലെ തന്നെ സമയനിഷ്ഠ കിറുകൃത്യം. ഒരു സെക്കൻഡ് അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ല. സമുദ്രനിരപ്പിൽ നിന്നും 7600ഓളം അടി ഉയരത്തിലാണ് ഐഗർ ഗ്ലേഷ്യർ എന്ന സ്റ്റേഷൻ. 11300 അടിയോളം ഉയരത്തിലാണ് ഇവിടെ നിന്ന് നമുക്ക് പോകാനുള്ള യുങ്ഫ്രോ. ചെങ്കുത്തായ ഈ റെയിൽവേ ട്രാക്കിൽ ഗിയറുകളിൽ അള്ളിപ്പിടിച്ച് മുന്നോട്ട് കുതിക്കുന്നതാണ് ഈ ട്രെയിനുകളെന്ന് ഞങ്ങളുടെ ഗൈഡ് പറഞ്ഞു. എന്നാൽ അതിൻ്റെ സ്പീഡിന് യാതൊരു കുറവുമില്ല. അരമണിക്കൂർ നീളുന്ന ഈ യാത്രയിൽ ഇടയ്ക്കൊരിടത്ത് ഈ ട്രെയിൻ 5 മിനിറ്റ് നിർത്തും. അതൊരു വ്യൂ പോയിന്റാണ്. അവിടെ ഇറങ്ങിയാൽ സഞ്ചാരികൾക്ക് ഐഗർ ഗ്ലേഷ്യറിന്റെ ദൃശ്യങ്ങൾ കാണാം. ഒടുവിൽ കാത്തിരുന്ന യുങ്ഫ്രോയിലെത്തി. എല്ലാവരും വൂളൻ വസ്ത്രങ്ങൾ ധരിച്ചിരുന്നു. സമയം ഉച്ചയായിരുന്നതിനാൽ ട്രെയിൻ ഇറങ്ങി നേരെ ഗൈഡ് ഞങ്ങളെ നയിച്ചു കൊണ്ടുപോയത് ഉച്ചഭക്ഷണത്തിനായി റെസ്റ്റോറൻറ്റിലേക്കാണ്. യൂറോപ്സ് ഹയസ്റ്റ് ആൾട്ടിറ്റ്യൂഡ് ഇന്ത്യൻ റെസ്റ്റോറൻ്റ് ആണത്രേ റെസ്റ്റോറൻറ്റ് ബോളിവുഡ്. അതുപോലുള്ള ഒരു സ്ഥലത്ത് നമുക്ക് ഒട്ടും പ്രതീക്ഷിക്കാൻ പറ്റാത്തതാണ് ഒരു ഇന്ത്യൻ റെസ്റ്റോറൻറ്റ്. അവിടെ ഉണ്ടായിരുന്ന വിഭവങ്ങളാകട്ടെ രുചിയുടെ കാര്യത്തിൽ നമ്മുടെ നാട്ടിലേതിനേക്കാൾ ഒട്ടും പിന്നിലല്ലായിരുന്നു. ഒരു ടേസ്റ്റി ഇന്ത്യൻ ഫുഡ് കിട്ടിയ സന്തോഷത്തിൽ അവിടുത്തെ വിളമ്പുകാരന് ഒരു സ്പെഷ്യൽ താങ്ക്സ് പറഞ്ഞു. Thank you for providing Indian food. You're welcome. Come again, yeah? Definitely, thank you. യുങ്ഫ്രോ ടോപ്പ് ഓഫ് ദ യൂറോപ്പ് എന്ന് എല്ലായിടത്തും എഴുതി വെച്ചിരിക്കുന്നു. ജങ്ഫ്രാജുക്ക് എന്നൊക്കെയാണ് എഴുതിയിരിക്കുന്നതെങ്കിലും നമുക്ക് പ്രൊനൗൺസ് ചെയ്യേണ്ടത് യുങ്ഫ്രോ എന്നാണ്. ഒരു യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റായിട്ടുള്ള യുങ്ഫ്രോയിൽ എന്താണ് നമുക്ക് കാണാനുള്ളതെന്നായിരിക്കും. യൂറോപ്പിലെ ഏറ്റവും ഉയരത്തിലുള്ള റെയിൽവേ സ്റ്റേഷനായ യുങ്ഫ്രോ റെയിൽവേ സ്റ്റേഷൻ, യൂറോപ്പിലെ ഏറ്റവും നീളമുള്ള ഗ്ലേഷ്യറായ അലഷ് ഗ്ലേഷ്യർ, സ്ഫിങ്സ് ഒബ്സർവേറ്ററി, ഐസ് പാലസ്, ഇവയെല്ലാമാണ് ഇവിടെ പ്രധാനമായും സഞ്ചാരികൾക്ക് കാണാനുള്ളത്. പറയാനൊക്കെ വളരെ എളുപ്പമാണ് മോനെ. എന്നാൽ ഈ ഗ്ലേഷ്യറും ഐസ് പാലസും ഒക്കെ കാണണമെങ്കിൽ നല്ല തണുപ്പിനെ സഹിച്ചേ പറ്റൂ. 0 മുതൽ -5 ഡിഗ്രി വരെയുള്ള ടെമ്പറേച്ചറാണ്. അതും എപ്പോഴാ? നമ്മുടെ ഇവിടെ ചൂട് കത്തി നിൽക്കുന്ന ഏപ്രിലിൽ. ഒരു 2-3 ലെയർ വുളൻ ക്ലോത്തിങ്ങും കാലിൽ മഞ്ഞിലിടാൻ പറ്റിയ തരത്തിലുള്ള ഷൂസും ഇത് കമ്പൽസറിയാണ് കേട്ടോ. പുറത്തിറങ്ങി സ്നോഫാള് കാണാനും മഞ്ഞെറിഞ്ഞ് കളിക്കാനും ഒക്കെയുള്ള പ്ലാൻ ഉണ്ടെങ്കിൽ കാത് മുഴുവൻ മൂടുന്ന തരത്തിലുള്ള തൊപ്പിയും വേണം. ചെവി തുളച്ചു കയറുന്ന ശീതക്കാറ്റാണ്. എന്നാൽ ഈ തണുപ്പിനെയൊക്കെ പുഷ്പം പോലെ പ്രതിരോധിച്ച് നിൽക്കുന്ന ചില പക്ഷികളെയൊക്കെ ആ മഞ്ഞുമലയുടെ മുകളിൽ കാണാൻ പറ്റി. സമ്മതിക്കണം കേട്ടോ അവയൊക്കെ. പിന്നെ ഇവിടെ ഐസ് പാലസ് എന്ന് പറയുന്ന സ്ഥലം മഞ്ഞു മൂടിയ ഒരു ഗുഹയാണ്. ഇതിൻ്റെ ചുവരുകളും മേൽക്കൂരയും തറയും എല്ലാം ഐസാണ്. ശരിയായ രീതിയിലുള്ള ഷൂസ് ഇട്ടില്ലെങ്കിൽ തലയും കുത്തി താഴെ വീഴും. അതുകൊണ്ട് യുങ്ഫ്രോയിലേക്ക് വരുമ്പോൾ തണുപ്പിനെ പ്രതിരോധിക്കാനുള്ള ഈ വക ഗാഡ്ജറ്റുകൾ എടുക്കാൻ മറക്കാതിരിക്കുക. ഇല്ലെങ്കിൽ ഒരു 5 മിനിറ്റിൽ സ്ട്രെച്ചറിലോട്ട് എടുക്കാം. ഈ കൊടും തണുപ്പിൽ യുങ്ഫ്രോയിൽ ചെന്ന് മഞ്ഞിലൊക്കെ കളിച്ച് ക്ഷീണിച്ചിട്ട് വരുമ്പോൾ ഒരു ചായ കുടിച്ചാലോ എന്ന് തോന്നുന്നത് വളരെ സ്വാഭാവികമാണ്. വിഷമിക്കണ്ട, അതിനും വഴിയുണ്ട്. നിങ്ങൾ തിരിച്ചു വരുമ്പോൾ യുങ്ഫ്രോ റെയിൽവേ സ്റ്റേഷനുള്ളിൽ വിക്കാൻഡസ് ലോഞ്ച് എന്ന് പറയുന്ന ഒരു കോഫി ബാറുണ്ട്. അവിടെ നല്ല അടിപൊളി മസാല ചായ കിട്ടും. നമ്മുടെ അതേ രുചി. യുങ്ഫ്രോയിൽ നിന്ന് തിരിച്ചുള്ള യാത്രയും നേരത്തെ പറഞ്ഞതുപോലെ പാതി ട്രെയിനിലും അതിനുശേഷം കേബിൾ കാറിലുമാണ്. തിരിച്ചിറങ്ങുമ്പോൾ കാണുന്ന ദൃശ്യങ്ങളാണ് കൂടുതൽ മനോഹരമെന്ന് നമുക്ക് സംശയം തോന്നും. കാരണം എവിടെ നോക്കിയാലും മഞ്ഞാണ്, മഞ്ഞ് മാത്രം.
അതാ അങ്ങ് ദൂരെ താഴെ ചെറിയ പൊട്ടുകൾ പോലെ കാണുന്നതാണ് നമ്മൾ യാത്ര ആരംഭിച്ച ഗ്രിൻഡൽവാൾഡ് എന്ന സ്റ്റേഷൻ. കേബിൾ കാർ താഴേക്ക് ഇറങ്ങി വരുംതോറും ഇന്റർലാക്കൻ പട്ടണത്തിന്റെ ആകാശ ദൃശ്യങ്ങളും നിങ്ങൾക്ക് നന്നായി കാണാം. ഇടതുവശത്തെ താഴെ ഈ വെള്ള നിറത്തിൽ കാണപ്പെടുന്ന വാഹനങ്ങൾ എന്താണെന്നാവും ആലോചിക്കുന്നത്. ഇവ കാരവാനുകളാണ്. നമ്മുടെ മന്ത്രിയൊക്കെ പറയാറില്ലേ കാരവാൻ പാർക്ക് എന്നൊക്കെ. ഇവിടെ അത് വളരെ സാധാരണമാണ്. ലോങ് ടൂറുകൾക്കൊക്കെ പോകുമ്പോൾ ഹോട്ടലിൽ താമസിക്കുന്ന ശീലമൊന്നും ഇവിടുത്തുകാർക്കില്ല. പരമാവധി പേരും ഇത്തരത്തിലുള്ള കാരവാനുകൾ പിക്കപ്പുകളിൽ കെട്ടി വലിച്ചു കൊണ്ടുപോകാറാണ് പതിവ്. അത് ഇതുപോലെയുള്ള ഏതെങ്കിലും കാരവാൻ പാർക്കുകളിൽ പാർക്ക് ചെയ്ത് അവിടെ തന്നെ താമസിച്ച് കഴിഞ്ഞുകൂടും. ഇതാണ് രീതി. യുങ്ഫ്രോ യാത്ര കഴിഞ്ഞ് തിരിച്ച് ഗ്രിൻഡൽവാൾഡിലെത്തുമ്പോൾ മനസ്സിൽ സ്വർഗത്തിൽ പോയി വന്ന പ്രതീതിയായിരുന്നു. കാരണം അവിടെ മുകളിൽ ആകാശവും ചുറ്റിലും മഞ്ഞും മാത്രമല്ലേ ഉണ്ടായിരുന്നുള്ളൂ. നമ്മുടെ മനസ്സിലൊക്കെ ഉള്ള സ്വർഗം അങ്ങനെയല്ലേ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കില്ലല്ലോ അല്ലേ. അതുപോലെ തന്നെ സ്ക്രീനിൽ കാണുന്ന ബെൽ ബട്ടൺ അമർത്തി ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ ഇനിയും ഇതുപോലുള്ള വീഡിയോകൾ പബ്ലിഷ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം ആൻഡ് ബൈ ബൈ.